പൊന്നും കുടത്തിന് പൊട്ട് വേണ്ടെന്ന് പറഞ്ഞവന് ഒരു സൗന്ദര്യബോധവുമില്ല. എന്റെ പൊന്നും കുടത്തിന് ഒരു പൊട്ട് കൂടി വേണം. മതി മതി, ഒരു കിന്നാരം അകത്ത് ഫ്ലാസ്ക് കാത്തു വെച്ചിട്ടുണ്ട്. ഊണോ? ഊണൊക്കെ ശരിയായിട്ട് വെച്ചിട്ടുണ്ട്. ഉച്ചയ്ക്ക് ഞാൻ വന്നിട്ട് വിളമ്പിത്തരാം, എന്നിട്ട് കഴിച്ചാൽ മതി കേട്ടോ. ഓ, ഇന്നേ മ്യൂസിക് പ്രാക്ടീസ് ഒന്നും വേണ്ട. ചുമച്ചുള്ള മരുന്ന് സമയത്തിന് കഴിച്ച് അടങ്ങി ഒതുങ്ങി ഇവിടെ ഇരുന്നാ മതി. മനസ്സിലായോ? ആയേ. നമസ്കാരം. നമസ്കാരം. ഓ, വന്നാട്ടെ വന്നാട്ടെ, അങ്ങോട്ടിരുന്നാട്ടെ. ഞങ്ങള് ഈ പരിസരത്തൊക്കെ തന്നെ ഉള്ളവരാ, പരിചയപ്പെട്ടിട്ടില്ലെന്നേ ഉള്ളൂ. കേട്ടിട്ടുണ്ട്. ഞങ്ങൾ ക്ഷേത്രത്തിന്റെ ഭാരവാഹികളാ. ഞാൻ സെക്രട്ടറി, ഗജാൻജി പ്രസിഡന്റ്. കേട്ട് കാണും. പാറേക്കാട്ട് ബാലകൃഷ്ണപിള്ള. ഇല്ല. ഉത്സവ കമ്മിറ്റിയുടെ സ്ഥിരം പ്രസിഡന്റ് ഞാനാ. സംഭാവനയ്ക്കായിരിക്കും. അതൊക്കെ പിന്നീട് എപ്പോഴെങ്കിലും ആകാവുന്നതല്ലേ ഉള്ളൂ. ഓ, മിസ്റ്റർ രവിപ്രസാദ് നല്ലൊരു ഗായകനാണെന്ന് ഞങ്ങൾ അറിഞ്ഞു. ശ്രീഭദ്രകാളി ക്ഷേത്രത്തിലെ ഉത്സവത്തോടനുബന്ധിച്ച് താങ്കളുടെ ഒരു ഗാനമേള നടത്താനാണ് ഉത്സവ കമ്മിറ്റിയുടെ ഐകകണ്ഠമായ തീരുമാനം. സന്തോഷം. ചായ 751 രൂപ പ്രതിഫലം തരാനാണ് കമ്മിറ്റി നിശ്ചയിച്ചിരിക്കുന്നത്. ആയിക്കോട്ടെ. ഇതാ 101 രൂപ അഡ്വാൻസ്. പിന്നെ മിസ്റ്റർ രവിപ്രസാദിനോട് എല്ലാം തുറന്നു പറയണമല്ലോ. 501 രൂപ ഉത്സവ കമ്മിറ്റിക്ക് സംഭാവനയായി നൽകണം. അതാ അതിന്റെ കീഴ്വഴക്കം. പിന്നെ ശ്രീഭദ്രകാളി ക്ഷേത്രത്തിൽ ഒരു പരിപാടി നടത്താൻ അവസരം കിട്ടുക എന്നൊരു മഹാഭാഗ്യമാ. യേശുദാസും ജയചന്ദ്രനും ഒക്കെ ഗാനമേള നടത്താനുള്ള സ്റ്റേജാ. അപ്പോ ഞങ്ങൾ ഇറങ്ങട്ടെ. പരിപാടി പൊടി പൊടിക്കണം. ഓ, പൊടിക്കാം. നിങ്ങൾ എന്തിനീ പരിപാടി നടത്താമെന്ന് ഏറ്റത്? അഡ്വാൻസ് കൂടി തിരിച്ചു കൊടുക്കാൻ പാടില്ലായിരുന്നു. ഓട്ടെ പ്രഭേ, കയ്യിൽ നൽപ്പൻ ചിലവായാലും നല്ലൊരു സ്റ്റേജാ കിട്ടിയിരിക്കുന്നത്. നീ നോക്കിക്കോ, ഞാൻ ഒരു കലക്കം. ഇപ്പോഴേ തുടങ്ങിയല്ലോ ചുമ.